അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ UTS ആപ്പ് വഴി എങ്ങനെയാണ് നമ്മൾ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ജേർണി ടിക്കറ്റ്, QR ബുക്കിംഗ്, ക്വിക്ക് ബുക്കിംഗ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് കാണാം. അപ്പം പെട്ടെന്ന് ആവശ്യമായിട്ടുള്ളൊരു ക്വിക്ക് ബുക്കിംഗ് ഓപ്ഷൻസ് പോലുള്ളതാണെങ്കിൽ നമ്മൾ പോകേണ്ടതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റേഷൻസ് സേവ് ചെയ്ത് കിടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി നമ്മൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു യാത്രയിൽ ജേർണി ടിക്കറ്റാണ് ബുക്ക് ചെയ്യുക. അപ്പുറത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റും സീസൺ ടിക്കറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ജേർണി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ബുക്ക് ആൻഡ് പ്രിൻറ്റ് പേപ്പർ ഓപ്ഷൻ ഉണ്ട്, ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേപ്പർലെസ് ആയിട്ട് ടിക്കറ്റ് എടുക്കുന്നതാണ് നമുക്ക് സൗകര്യം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ ചെന്നിട്ട് അത് പ്രിൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് നമുക്ക് പേപ്പർലെസ് ഫോണിൽ കാണിക്കാവുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ അതിൽ ഡിപ്പാർട്ട് ചെയ്യുന്ന സ്റ്റേഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം കോട്ടയം എന്നുള്ളതാണ് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റുമാനൂർ വരെ പോകുന്നു, അതിൽ ഏറ്റുമാനൂർ സ്റ്റേഷനും കൊടുക്കുന്നു. ഇതിൽ നെക്സ്റ്റ് ട്രെയിൻസ് അടിച്ചാൽ നമുക്ക് റീസെൻ്റായിട്ട് 2 സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ട്രെയിൻസ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഗെറ്റ് ഫെയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെയർ വിസിബിൾ ആവും. അത് അഡൾട്ട് ഒരാൾ ടിക്കറ്റ് ടൈപ്പ് ജേർണിയുടെയാണ്. ആൻഡ് ട്രെയിൻ ടൈപ്പ് നമുക്ക് മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻസ്, സൂപ്പർ ഫാസ്റ്റ്, ഓർഡിനറി. അപ്പം ഈ ഓർഡിനറി എന്നുള്ള ഓപ്ഷൻ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്കതിൽ ഞാനിപ്പോൾ ഓർഡിനറിയാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഓർഡിനറി ടിക്കറ്റ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം സെക്കൻഡ് ക്ലാസ് ആണെന്നുള്ളത്, ഓർഡിനറിയിൽ നമുക്ക് സെക്കൻഡ് ക്ലാസ് ആണല്ലോ യാത്ര വരിക. പേയ്മെൻറ്റ് ടൈപ്പ് ഡെബിറ്റ് കാർഡ് എങ്ങനെയാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. അതിൽ അവൈൽ കൺസെഷൻ ഓപ്ഷൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ടവർക്ക് അത് അവൈൽ ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ടിക്കറ്റ് സമ്മറി കാണിച്ചിട്ടുണ്ട്. താഴെ ബുക്ക് ടിക്കറ്റ് ഓപ്ഷൻ കൊടുക്കുക. വൺസ് ബുക്ക് ടിക്കറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമ്മളുടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ UPI ആപ്പ് വഴി പേ ചെയ്യുകയാണ്. ഓപ്ഷൻസ് വന്നു. സോ സെലക്ട് ചെയ്ത് നമ്മൾ ആപ്പ് വഴി പേയ്മെൻറ്റ് നടത്തുന്നു. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ഓപ്ഷൻ വരുന്നു. തിരിച്ച് ആപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എവിടുന്ന് ഏത് സ്റ്റേഷൻ തൊട്ട് എവിടം വരെ നമ്മൾ പോകുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇത് പേപ്പർലെസ് ആണ്, അപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് കാണിച്ചാൽ മതിയാവും. ഇനിയും 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ യാത്ര തുടങ്ങണം എന്നുള്ള ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഇതിൽ ഇനി ഷോ ടിക്കറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് കാണിക്കാം. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത ടിക്കറ്റും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുക. താങ്ക് യു.